വയറിൽ എപ്പോഴും ഗ്യാസോ അല്ലെങ്കിൽ വയറുവേദനയോ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാനോ ഉള്ള ഒരു അവസ്ഥ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എങ്കിൽ ഇതാണ് IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം. നമ്മുടെ വൻകുടലിനെ ബാധിക്കുന്ന ഒരു ആരോഗ്യ പ്രശ്നമാണ് IBS. IBS എന്നത് ഒരു രോഗത്തിനുപരി നമ്മുടെ വൻകുടലിന്റെ പ്രവർത്തനത്തിൽ ഉണ്ടാകുന്ന വ്യത്യാസമാണ്. നമ്മുടെ ദഹന വ്യവസ്ഥയും തലച്ചോറും തമ്മിലുള്ള ആശയവിനിമയത്തിൽ വരുന്ന വ്യത്യാസങ്ങളും IBSന് കാരണമാകാറുണ്ട്. അമിതമായ ആന്റിബയോട്ടിക്കുകളുടെ ഉപയോഗം കാരണം നമ്മുടെ വൻകുടലിലെ നല്ല ബാക്ടീരിയകളുടെ അളവ് കുറയുകയും ചീത്ത ബാക്ടീരിയകളുടെ അളവ് കൂടുകയും ചെയ്യുന്നതാണ് IBSന് ഒരു പ്രധാന കാരണം. IBS അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രത്തിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കഠിനമായ വയറുവേദന. മലവിസർജനത്തിന് ശേഷം ഈ വയറുവേദന കുറയുന്നു. മലബന്ധവും വയറിളക്കവും. ചിലർക്ക് മലബന്ധമായും വയറിളക്കമായും IBS കാണപ്പെടാറുണ്ട്. അടുത്തതായി ബ്ലോട്ടിംഗ്. വയർ എപ്പോഴും വീർത്തിരിക്കുന്നത് പോലെ തോന്നൽ. അതുപോലെ തന്നെ മറ്റൊരു ലക്ഷണമാണ് ടോയ്ലറ്റിൽ പോയതിനു ശേഷവും വയറ് ഒഴിഞ്ഞതായി ഫീൽ ചെയ്യാതിരിക്കുക. IBSന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എരിവ്, പുളി, മസാല, പാലുൽപ്പന്നങ്ങൾ എന്നിവയുടെ അമിത ഉപയോഗം. കൃത്യസമയത്തല്ലാത്ത ഭക്ഷണ രീതിയും ഉറക്കമില്ലായ്മയും മാനസിക സമ്മർദ്ദം എന്നിവയാണ് IBSന് പ്രധാന കാരണങ്ങളാവുന്നത്. IBSന്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. IBS പൂർണ്ണമായും ഒഴിവാക്കാൻ സഹായിക്കുന്ന ഒരു പാനീയം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റൊന്നുമല്ല, മോരും വെള്ളം അഥവാ സംഭാരം. ഇതിലുള്ള പ്രോബയോട്ടിക് നമ്മുടെ വൻകുടലിലെ നല്ല ബാക്ടീരിയ വളരുന്നതിന് സഹായിക്കുന്നു. എണ്ണയിൽ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ പൂർണ്ണമായി ഒഴിവാക്കുക. അതുപോലെ ആഹാരം കൃത്യസമയത്ത് തന്നെ കഴിക്കുക. ആഹാരം കഴിക്കുന്നതിന്റെ ഇടയ്ക്ക് വെള്ളം കുടിക്കുന്നത് ഒഴിവാക്കുക. നല്ല രീതിയിൽ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. രാവിലെയും വൈകുന്നേരവും നല്ലതുപോലെ നടക്കുക അല്ലെങ്കിൽ യോഗ ചെയ്യുക. സ്ട്രെസ് നിയന്ത്രിക്കുക. മാനസിക സമ്മർദ്ദം പൂർണ്ണമായി ഒഴിവാക്കാൻ ശ്രമിക്കുക. IBS അഥവാ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്നത് ഒരു രോഗാവസ്ഥയല്ല, നമ്മുടെ ജീവിത ശൈലിയിലൂടെയും ആഹാര രീതിയിലൂടെയും പൂർണ്ണമായി നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.